2 ഫ്ലോറുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോറൂം, ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റോക്ക് ഏരിയയും ടൈലറിംഗ് യൂണിറ്റും. ആകെയുള്ളത് 3 എൻട്രീസ്. ഫ്രണ്ട് ഷട്ടേഴ്സ്, ബാക്ക് സൈഡിലേക്കുള്ള എക്സിറ്റ് ഡോർ ആൻഡ് ടൈലറിംഗ് യൂണിറ്റിലേക്കുള്ള റെസ്ട്രിക്റ്റഡ് എൻട്രി. അപ്പോൾ ഡേറ്റ് തീരുമാനം 20-ാം തീയതി. അപ്പം ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. അതെ, നമ്മൾ വിചാരിച്ചതിലും നേരത്തെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ പോയിട്ട് ആണ്ടീനെ കാണാം. വേണ്ട, ഇപ്പം അവനോട് പറയണ്ട. ആദ്യം നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. നമ്മളെ കരക്കാരല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ യൂറോ ക്ലീൻ ആണ്. അച്ചായൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണ്ട എത്ര വെച്ച് ഞാൻ തരാന്നേ. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ അതെ, 1,23,000 രൂപയോളം. ആ എവിടെ സാർ? അവിടെ തന്നെ. അവിടെയാണോ? വരട്ടെ സാർ. എംബ്രോയിഡറി വർക്ക് കൂടുതലുണ്ട്. നേരെ ലീവാ. രാത്രി എന്തായാലും നീ ഇവിടെ ഉണ്ടാവണം. ശരി ചേച്ചി. എന്താ സാർ? അല്ല, ഈ റെഡിമെയ്ഡ് ഷർട്ട്സ് ഒക്കെ? റെഡിമെയ്ഡ്സ് താഴെയാണ്. ഓ, താങ്ക് യു. ശരി. രാത്രി കടപൂട്ടുന്നതിന് മുമ്പായി സാധനം കോഹിനൂറിലെത്തും. ഓഫീസ് റൂമിനടുത്തുള്ള പ്രൈവറ്റ് റൂമിലെ ലോക്കറിലായിരിക്കും ഡയമണ്ട്സ് സൂക്ഷിക്കുക. രാത്രി കാവലിന് രാജനും വക്കച്ചനും ഉണ്ടാവും. സേവിയറിന്റെ ഗുണ്ടകൾ. അവരെ ഫ്രെഡി നോക്കണം. അല്ല ഭായി, അവർ ഡയമണ്ട്സ് ലോക്കറിൽ വെക്കാണ്ട് ഉടനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യാനുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഇതുവരെ റെഡി ആയിട്ടില്ല. അതുകൊണ്ട് രാത്രി മുഴുവൻ ടൈലറിംഗ് യൂണിറ്റിൽ വർക്ക് ഉണ്ടാവും. അത് ചടങ്ങാണല്ലോ. 3-4 പെണ്ണുങ്ങൾ. അപ്പൊ ഈ സേവിയറും മാമനൊന്നും കടയിലുണ്ടാവൂലേ? ടൈലറിംഗ് യൂണിറ്റിലെ വർക്ക് കംപ്ലീറ്റ് ആയാൽ സൂപ്പർവൈസർ ഫോൺ ചെയ്ത് പറയും. അപ്പോൾ സേവിയറോ മാമനോ വന്ന് ലോക്കറിൽ നിന്ന് ഡയമണ്ട്സ് എടുത്ത് കൊടുക്കും. അതാ പതിവ്. അപ്പൊ ഡയമണ്ട്സ് ഉണ്ട്, ഗുണ്ടകളുണ്ട്, മുതലാളിമാരില്ല. എന്തു പറയുന്നു? നോ പ്രോബ്ലം. നാളെ തന്നെ ആണ്ടിയെ കാണണം. ഗരം റെഡി. അപ്പൊ നാളെ ഫ്രെഡി പറഞ്ഞ പോലെ തന്നെ പ്ലാൻ. അതെ. അകത്തേക്ക് പോകുന്നത് നീയും ഫ്രെഡിയും. അവന്റെ കൂടെയുള്ള ബാക്കിയുള്ളവരെ പറ്റി ഒരു ഊരില്ലല്ലേ? ഇല്ല, അവൻ മുറ്റ ഒന്നും വിട്ടു പറയില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. ഫ്രെഡി നോക്കുമ്പോ ലോക്കർ കാലിയായിരിക്കണം. അതെങ്ങനെ? അവൻ കാണുന്നതിന് മുമ്പ് നീ ആ സാധനം ലോക്കറിൽ നിർത്ത് മാറ്റണം. അതെങ്ങനെ? ഫ്രെഡി എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? നീ ലോക്കർ തുറക്കുമ്പോ ഫ്രെഡി കൂടെ ഇല്ലായിരുന്നാ പോരെ? ആ കാര്യം ഞാൻ ഏറ്റു. ശരി, സാധനം എടുത്താൽ തന്നെ ഫ്രെഡി കാണാതെ ഞാൻ എവിടെ വെക്കും? പ്രൈവറ്റ് റൂമിൽ. കണ്ടോ സാർ, ഇത് വെരി ഈസിയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വലിയ വലിയ കടകളിലും ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാവും. എന്നാലും ഇതിന്റെ ആവശ്യം ഇപ്പൊ ഇവിടെ ഒരെന്നാലും ഇല്ല സാർ. ഇതിവിടെ ഇരിക്കട്ടെ. അല്ല, അത് സാറിന് ഉപയോഗിച്ച് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ ഞാൻ ഓർഡർ എടുക്കുള്ളൂ സാർ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങൾക്ക് വലുത്. വരട്ടെ സാർ.
അവിടെ ഇരിക്കും. ആ ക്രിസ്മസിന് മുമ്പ് വരില്ലേ? നോക്കാം. എൻ്റെ പാസ്പോർട്ട് നാളെ തന്നെ ശരിയാവും. എൻ്റെ കുറച്ചുകൂടി വൈകും. അപ്പോ വിസയ്ക്കുള്ള പൈസ റെഡിയായോ? ഒരു 20 തീയതിക്ക് ശേഷം റെഡിയാവും. Yes. എത്രയായി? 5 രൂപ. എന്നാ, ശരി. ഇതിലേ കൂടി പോയിട്ട് ബാക്ക് ഡോറിന് അവിടെ വെയിറ്റ് ചെയ്തു. ശരി. ഓക്കെ. Sorry, Scoot. വാ. രൂപ കുറച്ചുണ്ട് കേട്ടോ. സാറേ ഇതൊന്ന് നോക്കൂ, നല്ല മെറ്റീരിയലാ. ഇതല്ലാണ്ട് വേറെ ഉണ്ടോ? ഉണ്ട് സാറേ. അതെടുത്തു. ശരി. എല്ലാം തിരിച്ച് റാക്കി കയറ്റിട്ടോ, എന്നിട്ട് വേഗം ഇറങ്ങാൻ നോക്ക്. സമയായി. ശരി. ബാക്കിയും കൂടി എടുത്ത് വെക്ക് കേട്ടാ. ഇതിങ്ങനെ മതിയോ ചേച്ചി? കൊള്ളാം, നന്നായിട്ടുണ്ട്.